ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി ബി വെക്കാറുണ്ട്. ഡി ബിയുടെ അകത്ത് നമ്മൾ MCB, RCCB, ഐസൊലേറ്റർ ഇതൊക്കെ വെക്കാറുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് MCBകളെ കുറിച്ചിട്ടാണ്. ആദ്യമേ തന്നെ MCBകൾ നോക്കുമ്പോൾ അതിൻ്റെ ആംബിയർ റേറ്റിംഗ് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓരോ MCBകളും അത് കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. C10, അതായത് B10 അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ആ 10 ഉദ്ദേശിക്കുന്നത് ആംബിയർ ആണ്. അതായത് 5 ആംബിയർ, 6 ആംബിയർ, 10 ആംബിയർ, അതുപോലെ തന്നെ 12 ആംബിയർ, പിന്നെ 15 ആംബിയർ, 20 ആംബിയർ, 25 ആംബിയർ, ഇങ്ങനെ ആംബിയർ, 16 ആംബിയർ, ഇങ്ങനെ ഓരോ ആംബിയർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ MCBകൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. അതായത് ഓരോ MCB എടുക്കുന്ന ആംബിയറിനനുസരിച്ചിട്ടാണ് നമുക്ക് MCBകൾ നമ്മൾ കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ പവർ സെക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നത് 16 ആംസിൻ്റെ 20 ആംസിൻ്റെയൊക്കെയാണ് പവർ പ്ലഗുകൾക്കൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന MCBകൾ. പിന്നെ അല്ലാത്ത രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള റൂം സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഒരു 6 ആംസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 10 ആംബിയർ കൊടുക്കാം. പിന്നെ 20 ആംബിയർ കാര്യങ്ങളൊക്കെ AC ഒക്കെ വരികയാണെങ്കിൽ 20 ആംബിയർ കൊടുക്കാം. പിന്നെ അതുപോലെ അതിന് മുകളിലേക്ക് ആംബിയർ എടുക്കുന്നത്, അതായത് അതെങ്ങനെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സർക്യൂട്ടാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർക്യൂട്ടിൻ്റെ ആംബിയർ അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാട്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഹീറ്റർ ആണെങ്കിൽ, വാട്ടർ ഹീറ്റർ ആണെങ്കിൽ ഒരു 3000 വാട്ട്സ്, അപ്പോൾ എത്ര ആംബിയർ കൊടുക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതായത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പവർ കണ്ടുപിടിക്കണം, വാട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട്സ് നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് അറിയണം, ആംബിയർ അറിയണം, ടോട്ടൽ വോൾട്ടേജും ആംബിയറും അറിയാം. അപ്പോൾ നമുക്ക് എത്ര ആംബിയറിൻ്റെ MCB കൊടുക്കണമെന്ന് കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇതുപോലെ ഓരോ ഡിവൈസുകളും നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ടുകളായിരിക്കും ചിലപ്പോൾ വീടുകളിൽ നമ്മൾ വലിച്ചിട്ടുണ്ടാവും, സർക്യൂട്ട് വലിച്ചേക്കാം. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന MCBകൾ ഇതേപോലെ ആംബിയർ കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് കൊടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് മുകളിലേക്ക് ഇപ്പോൾ ഒരു 10 ആംബിയർ എടുക്കുന്ന ഡിവൈസ് ഒരു 16 ആംബിയർ 20 ആംബിയർ കൊടുക്കാതിരിക്കുന്ന MCB കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിനേക്കാൾ മുകളിലേക്ക് ഓവറായിട്ട് എടുക്കുന്ന സമയത്ത് ആ ഡിവൈസ് കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് MCB ട്രിപ്പ് ആവില്ല. അതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നം വരുന്നത്. MCB ട്രിപ്പ് ആവണം. MCB ട്രിപ്പ് ആയാലേ നമുക്ക് ആ സേഫ്റ്റി ആയിട്ട് ആ ഉപകരണം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് ട്രിപ്പിംഗ് ഉദ്ദേശിക്കുന്നത് എർത്ത് ലീക്കേജ് കറണ്ടിലല്ല. എർത്ത് ലീക്കേജ് കറണ്ട് വരുന്നത് ELCB അല്ലെങ്കിൽ RCCBയിലാണ്. MCBയിൽ വരുന്ന സർക്യൂട്ടിൻ്റെ ട്രിപ്പിംഗ് വരുന്നത് ഒന്നല്ലെങ്കിൽ അതിനേക്കാൾ പറഞ്ഞിരിക്കുന്ന ഒരു 6 ആംബിയർ അല്ലെങ്കിൽ 10 ആംബിയറിന് MCB ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആംബിയർ എടുക്കുമ്പോഴാണ് അത് MCB ട്രിപ്പ് ആവുന്നത്. അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനേക്കാൾ കൂടുതൽ എർത്ത് ലീക്കേജ് കറണ്ട് അല്ല, എർത്ത് ലീക്കേജ് RCCBയിലാണ് വരുന്നത്. അതുമാത്രമല്ല, ഒരു ഷോർട്ട് സർക്യൂട്ട് വരാണ്, അതായത് ന്യൂട്രും ഫേസും തമ്മിൽ ഇപ്പോൾ ഒരു ഡിവൈസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു LED ബൾബ് സാധാരണ സംഭവിക്കുന്ന ഒരു LED ബൾബ് കുറച്ച് എന്തെങ്കിലും പ്രശ്നമോ ഹൈ വോൾട്ടേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ LED ബൾബിൻ്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ അകത്തിരിക്കുന്ന സർക്യൂട്ട് ഷോർട്ടായി കഴിയുമ്പോൾ ന്യൂട്രും ഫേസും തമ്മിലായിരിക്കും ഷോർട്ടിംഗ് എഫക്റ്റ് വരുന്നത്. ഈ ഷോർട്ടിംഗ് എഫക്റ്റിൽ ഫസ്റ്റ് പോകുന്നത് MCB ആയിരിക്കും. അറിഞ്ഞിട്ട് കറക്റ്റാണെന്ന് തോന്നുന്നു. അതായത് ഫസ്റ്റ് പോകുന്നത് MCB ആയിരിക്കും ട്രിപ്പായി പോകുന്നത്. അതിൻ്റെ കൂടെ RCCBയും ട്രിപ്പായി പോകും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു 10 ആംബിയർ എടുക്കുന്ന MCB നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വോൾട്ടേജ്, അതായത് നമ്മൾ ബൾബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൾബ് ഷോർട്ടിംഗ് എഫക്റ്റ് വരുമ്പോൾ ആംബിയർ ഹൈ ആണ്, അതായത് എടുക്കുന്നത് ഷോർട്ടിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഷോർട്ടിംഗ് എഫക്റ്റ് ആകുമ്പോൾ എടുക്കുന്ന ആംബിയർ ചിലപ്പോൾ ഹൈ ആയിരിക്കും വരുന്നത്. അതായത് 10നേക്കാൾ കൂടുതൽ വരുന്ന സമയത്ത് ആ MCB ട്രിപ്പായി പോകും. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ഡിവൈസുകളും സേഫ്റ്റി ആയിട്ട് MCBകൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം MCBനെ കുറിച്ചിട്ടും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആളുകൾ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so